ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ SITക്ക്. സ്വർണം ചെമ്പാക്കാൻ പത്മകുമാർ കൂട്ടുനിന്നു. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും നിർണായക പങ്ക്. SIT പിടിച്ചെടുത്ത മിനിറ്റ്സിലാണ് തെളിവുകളുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പത്മകുമാർ നേട്ടങ്ങളുണ്ടാക്കി എന്നും കണ്ടെത്തൽ. രാജീവ് ചേരുന്നു. രാജീവ്, വളരെ നിർണായക ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പത്മകുമാറിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നതാണ്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ SITയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വരുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വളരെ വേഗം തന്നെ കടക്കാനല്ലേ സാധ്യത? രോഹിണി, പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ഇത്തരം രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കത്ത് നൽകിയെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കാൻ ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുകയും ഈ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. അന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയ അതിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെയായിരുന്നു ഈ SIT പിടിച്ചെടുത്തത്. പരിശോധനകൾ നടത്തി പിടിച്ചെടുത്ത മിനിറ്റ്സിലാണ് പത്മകുമാറിന് കുരുക്കാകുന്ന കൂടുതൽ തെളിവുകൾ ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ 2019 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്നത്. അതിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2019 മാർച്ചിലാണ് ഈ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. അതിന് കാരണമായി ഈ ഉത്തരവിറക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ യോഗമാണ് ചേർന്നത്. ആ മിനിറ്റ്സിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസും പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ പത്മകുമാറിലേക്ക് കൂടുതൽ അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന SIT വിലയിരുത്തിയതും അതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളിലേക്ക് എത്തിയതും. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് ജനം TV തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് അന്വേഷണം ആ വഴിക്ക് നീണ്ടതും ഹൈക്കോടതി ഉൾപ്പെടെ ഈ നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും മുരാരി ബാബുവിലും സുധീഷ് കുമാറിലും അതുപോലെ തന്നെ N വാസുവിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ അന്വേഷണം. അന്നത്തെ ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ ഇക്കാര്യം ജനം TV വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉത്തരവ് ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കുമ്പോൾ ആ ഉത്തരവിൽ കൃത്യമായി ആ ഉത്തരവ് ഏതിൻ്റെ പേരിലാണ് പുറത്തിറക്കണമെന്ന് കൃത്യമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നോക്കുകയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുതന്നെയാണ് നേരത്തെ SITയും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് കൂടുതൽ കുരുക്ക് മുറുകയാണ്. അദ്ദേഹത്തെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇതിൽ പ്രതികളാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പ്രതികളാണ്. അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ SITക്ക് കഴിയില്ല. കാരണം നേരത്തെ N വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ CPMും അതുപോലെ തന്നെ സർക്കാരും വലിയ പ്രതിരോധമാണ് നേരിട്ടത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPMുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തി, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന N വാസുവിനെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന വിലയിരുത്തൽ CPMിലുണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് SITക്കുള്ളത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. സ്പെഷ്യൽ കമ്മീഷൻ ഉൾപ്പെടെ നൽകിയ 42ഓളം റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് ഈ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും അട്ടിമറി നടത്തി മുന്നോട്ട് പോകാൻ നിലവിൽ കഴിയില്ല. എന്നാൽ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന അഭിപ്രായവും നിലവിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇനിയും അത് അനിശ്ചിതമായി നീട്ടാൻ കഴിയില്ല. അത് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരമൊരു ഉത്തരവ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ അത് സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കൊടുത്തുവിടുമ്പോൾ അതിൽ മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നത് പത്മകുമാറും അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും മാത്രമാണ്. ഇതിനൊപ്പം തന്നെയാണ്, അതായത് ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ഉത്തരവായി പുറത്തിറങ്ങുന്നത്. ഇതിനുശേഷമാണ് മറ്റു ഗൂഢാലോചനയുടെ ഭാഗമായി മുരാരി ബാബുവും അതുപോലെ തന്നെ സുധീഷ് കുമാറും N വാസുവും ചേർന്നുകൊണ്ട് വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. അതായത് വലിയ തരത്തിലുള്ള ഗൂഢാലോചന, ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുറത്തുവരുന്ന തെളിവുകളും രേഖകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അക്കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് തന്നെയാണ് SIT ഈ നീക്കം നടത്തുന്നത്. രോഹിണി. ശരി രാജീവ്, എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക ഘട്ടത്തിലേക്ക് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ
കൃത്യമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ SIT നീങ്ങുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്.